Hi guys, welcome to Casaloma. ഇതാണ് ഗൈസ് നമ്മുടെ കാസിൽ. അടിപൊളി കാസിലാണ്. വാവ്. പണ്ടത്തേക്ക് നാട്ടിൽ വീടുകളിലൊന്നും അച്ഛൻ്റെ ഉറക്കില്ലേ കൊട്ടാരത്തിലാണ് വളർന്നതെന്ന് തോന്നുന്നു. എങ്ങോട്ടാണ് വേറിട്ടറയിലേക്ക്? സെലിബ്രിറ്റി റൂണിയപ്പൂർ. സ്മോക്ക്ഡ് ബാർബിക്യൂ റിബ്സ്. കുടി 16th സെഞ്ച്വറി എന്നുള്ളൊരു ബുദ്ധന്റെ പ്രതിമയാണ് ബ്രോൺസിൽ ഉണ്ടാക്കിയത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോവാണ്. ഒരു പാലസ് കാണാൻ പോവാണ്, അതും ടൊറന്റോയിൽ. അപ്പോൾ ഏത് പാലസാണ്, എന്തൊക്കെയാണ് വിവരങ്ങളെന്ന് നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഗൈസ്, നിങ്ങൾ കാനഡയിൽ PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഉള്ള ന്യൂ കമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ക്യാനു എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000-ൽ പരം സ്ഥലങ്ങൾ ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇന്ന് പോകുന്നൊരു ഈ ഒരു പാലസ് $40 ഉണ്ട് ഒരാൾക്ക്. പക്ഷേ ഞാൻ ഫസ്റ്റ് ഇയർ ആണ് കാനഡയിൽ, അതുകൊണ്ട് തന്നെ എനിക്കിത് ഫ്രീ ആണ്. നിങ്ങൾക്കിപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ മതി. ഇത് പ്രൊമോഷനൊന്നല്ല കേട്ടോ. 1000+ സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ സ്ഥലങ്ങളാണ് ബേബി? 1000+? മ്യൂസിയംസ്, നാഷണൽ പാർക്സ്, പിന്നെ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ട് വിത്തിൻ 1 ഇയർ നമുക്ക് എല്ലായിടത്തും ഈ സ്ഥലങ്ങളിലൊക്കെ ഫ്രീ ആയിട്ട് പോകും. ഞങ്ങൾക്ക് ഈ വീക്ക് ശരിക്കും പറഞ്ഞാൽ ലോങ് വീക്കെൻഡ് ആണ് കേട്ടോ. അതാണ് ഞങ്ങൾ ഈ ഒരു വീക്ക് ട്രിപ്പ് പോകണേ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറച്ച് നാളെ ട്രിപ്പൊക്കെ പോയിട്ട്. അതെ, ജനുവരിയിൽ നാട്ടിൽ പോയി വന്നിട്ടുണ്ട്. എന്തായാലും അങ്ങനെയാണ്. ഈ പോകുന്നത് ട്രാമാണ്. നടു റൂട്ടിൽ കൂടെയാണ് ട്രാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ടൊറന്റോ ഒരു ഡൗൺ ടൗൺ ഏരിയയിലൊക്കെ എത്തിയേക്കണേ. ടൊറന്റോ ഡൗൺ ടൗൺ ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഗൈസ്. കാനഡ ആയിട്ട് തോന്നുന്നില്ല, വേറെ ഒരു രാജ്യത്ത് ചെന്ന പോലെ. ഓൾഡ് ടൗൺ ആണ്, അതുകൊണ്ടാണ് ഓൾഡ് ആയിട്ടുള്ള വീടുകളൊക്കെയാണ്. അതെ, ഈ വീടുകൾക്കൊക്കെ $1 മില്യൺ വിലയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നമ്മൾ കാസലോമ എത്താറായിട്ടോ. 1914 സർ ഹെൻറി പാലറ്റ് പണി കഴിപ്പിച്ചിട്ടുള്ളൊരു കൊട്ടാരമാണ് ഈ ഒരു കാസലോമ എന്ന് പറയുന്നത്. ഇത് ടൊറന്റോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടൊറന്റോൻ്റെ ഒരു മെയിൻ ലാൻഡ്മാർക്കാണ് കേട്ടോ ഇത്. ഭയങ്കര ടോപ്പ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു പാലസും കൂടിയാണിത്. ഓരോ വർഷവും 7 ലക്ഷത്തിൽ പരം ആളുകൾ ഈ കാസലോമ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതിനൊരു പ്രത്യേക യുണീക്ക് ആർക്കിടെക്ചർ ആണെന്നും കൂടി പറയുന്നുണ്ട്. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫസ്റ്റ് ഇയർ ആണ് കാനഡയിൽ. അതുകൊണ്ട് തന്നെ കാനു ആപ്പിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് എനിക്ക് ഈ ഒരു വിസിറ്റ് ഫ്രീ ആയിരുന്നു കേട്ടോ. നമ്മളങ്ങനെ കാസലോമയുടെ അകത്ത് കയറിയേക്കാണ്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഈ ഒരു റൂമായിരുന്നു നമ്മൾ ആദ്യം കണ്ടത്. ഇതിന് വിത്ഡ്രോയിങ് റൂം എന്നാണ് പറയുന്നത്. ഒരു ഡിന്നർ പാർട്ടിയൊക്കെ നടന്നു കഴിയുമ്പോൾ ഗസ്റ്റുകൾ എല്ലാവരും കൂടി ഗ്യാദർ ചെയ്യുന്ന, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഗസ്റ്റുകൾ ഗ്യാദർ ചെയ്യുന്ന ഒരു പ്ലേസ് ആണിത്. ഈ കാണുന്നത് ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു പിയാനോ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ഈ കയറി പോകുന്നത് ഒരു ലൈബ്രറിയാണ് കേട്ടോ. ഇത്ര ഭംഗിയുള്ളൊരു ലൈബ്രറി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല യൂണീക്കായിട്ടുള്ളൊരു ആർക്കിടെക്ചർ ആയിരുന്നു ആ ലൈബ്രറിയുടെ. ഒരുപാട് ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരുപാട് ബുക്സും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇത് ഒരു സെർവിങ് റൂമാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ക്വൈറ്റ് ആയിട്ടുള്ള ഡിന്നറുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു റൂം. അവിടെ കിടന്നിരുന്ന ഫർണിച്ചറുകളും നല്ല ഓൾഡായിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇത് പാം റൂമാണ്. കാസലോമയിൽ താമസിച്ചിരുന്ന ആളുകൾക്ക് ഗാർഡനിങ്ങിനോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഗാർഡനിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന
ഒരു റൂമായിരുന്നു ഇത്. അത് മാത്രമല്ല ആഫ്റ്റർനൂൺ ടീ ടൈമിലൊക്കെ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ഈ ഒരു റൂം ഉപയോഗിച്ചിരുന്നെന്നാണ് പറയണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള കാസ്ലോമ പോലത്തെ കാസിലുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഓൾഡ് ആർക്കിടെക്ചറൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണേ. അത് മാത്രമല്ല ഒത്തിരി പെയിൻറ്റിങ്സും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ ബാക്കിലുള്ള ഹിസ്റ്ററി ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒന്നും വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. എന്നാലും ഈ വുഡിൻ്റെ ആർക്കിടെക്ചറൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ഹിസ്റ്ററിയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ പാലസ് ഒന്നുകൂടി ഇഷ്ടമാവും. കാരണം എല്ലാത്തിൻ്റെയും ഹിസ്റ്ററികളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നെപ്പോളിയൻ്റെ റൈറ്റിംഗ് ഡെസ്കിൻ്റെ കോപ്പിയാണിത്. ഇതാണ് എൻ്റെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഇങ്ങനത്തെ പാലസുകളിലൊക്കെയുള്ള സീക്രട്ട് പാസേജുകൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. ഇത് പെട്ടെന്നെത്തി, പക്ഷെ ഞാൻ കുറച്ചും കൂടി ദൂരമുള്ള ഒരു സീക്രട്ട് പാസേജ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതൊക്കെ വേറെ ഉണ്ട്. വേറൊരു സീക്രട്ട് പാത്ത്. സൂപ്പർ പെയിന്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഫോണാണോ? ഇവിടുന്ന് വേറൊരു വ്യൂ ഉണ്ട് ഗൈസ്. ഫോണിലത്തേക്ക് വീഴാന്നൊരു പേടിയുണ്ട് എനിക്ക്. തോലിൻ്റെ കാർപ്പറ്റ് എന്താ ഭംഗിയല്ലേ. നമ്മുടെ മണിച്ചിത്രത്താഴത്ത കട്ടില പോലെ അതിലിരിക്കുന്നുണ്ട്. സൈഡിലുണ്ട് ജാപ്പനീസ് രാജാക്കന്മാരെന്ന് തോന്നുന്നു. ഇവിടെ ഇതിന്റെ പിന്നിലെ ചരിത്രം എന്താണ്? പണ്ടത്തെ ഐഫോൺ 4 ഒക്കെ ഒന്നുണ്ട്. ഇത്ര വലിയ ഫോർക്ക് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത ഫുൾമരല്ലേ? പണ്ടത്തേക്ക് നാട്ടിൽ വീടുകളിലെ മച്ചിന്റെ കൊട്ടാരത്തിലാണ് വളർന്നതെന്ന് തോന്നുന്നു.
ജോർജിയ ഗൈസ് യുദ്ധം പ്ലാൻ ചെയ്യുന്നത്. സ്കെയിൽ മോഡൽ ഓഫ് ക്യാംബാക്സ് ടവർ സ്റ്റേഴ്സ് എന്നാണ് ഗൈസ്. ഇതൊരു മാതിരി ഒരു ഭീകരമായ സ്ഥലത്തേക്ക് പോകണം. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു ഗൈസ്. കണ്ടില്ലേ ഇവിടെയൊക്കെ എഴുതിയിട്ടാണ് കണ്ടത്. സ്പൈറൽ കോണി കയറി പോവുകയാണ് ഗൈസ്. ടണൽ എക്സ്പീരിയൻസിലേക്കാണ് നമ്മൾ പോണത്. എങ്ങോട്ടാണ് വെരിട്ടറയിലേക്ക്? ചാടി കയറി പോകുന്നുണ്ട്. കാസിലോമയിൽ കുറെ എസ്കേപ്പ് റൂംസ് ഉണ്ടായിരുന്നു ഗൈസ്. അതിലൊരു എസ്കേപ്പ് റൂമാണിത്. സർ ഹെൻറി ഇവിടെ നിന്നാണ് പെട്ടെന്ന് ഹണ്ടിങ് ലോഡ്ജിലേക്കുള്ള ഫ്രം ദ ഹണ്ടിങ് ലോഡ്ജിന് ഹോമിലേക്കുള്ള ക്വിക്ക് ആക്സസ് നേടിയിരുന്നത് ഇതിൽ കൂടി. അതിനാണ് എസ്കേപ്പ് റൂം എന്ന് പറയുന്നത്. ഇതിൽ പഴയ നസീറിന്റെ പടങ്ങളിലൊക്കെ കാണുമല്ലേ? എന്ത് കൊള്ളക്കാരുടെ ഗുഹയാണ്. ഫസ്റ്റ് ബിൽഡിംഗ് ആണ്. കുതിരകള് ഇടുന്ന സ്ഥലവും ഇടാനുള്ള സ്ഥലം. കുതിരകളെ ഇടാനുള്ള സ്ഥലം. നാഗവല്ലിയുടെ ഡാൻസ് കളിക്കും. ഇവിടെ ഉണ്ട്. സെലിബ്രിറ്റി നിൽക്കണ പോലെ നമുക്ക് നിൽക്കാം. സെലിബ്രിറ്റി റോണിയ പൂൾ. അങ്ങനെ നമ്മൾ കാസിലോമൊക്കെ കണ്ടു കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ എവിടേക്കെങ്കിലും പോവാം അല്ലേ? ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാനായിട്ട്. നല്ലൊരു കാസിലായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേയൊക്കെ മ്യൂസിയം പോലെയൊക്കെ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ രാജാക്കന്മാരുടെ റൂമുകളും അതേപോലെ അങ്ങനത്തെ അവർ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളും അതൊക്കെ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്തു. ബേബിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഒരു വൺ ടൈം വാച്ചബിൾ കൊള്ളാം. ആ എടുപ്പ് ഉണ്ടോ കാണാൻ? ബിൽഡിങ് ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ രക്ഷയില്ലേ.
മ്യൂസിയത്തിന്റെ ഉള്ളിലത്തെ സ്റ്റഫ് കുറെയൊക്കെ ഫോട്ടോസും പിന്നെ അവരുടെ മുറികളും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് മെയിനായിട്ട്. സെക്കൻഡ് ഫ്ലോർ അല്ല തേർഡ് ഫ്ലോറിൽ അങ്ങാണ്ടൊക്കെ അതായിരുന്നു അധികം. പക്ഷെ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറുകളിലൊക്കെ നല്ല ഇങ്ങനെ കുറെ റൂമുകളും പല ടൈപ്പിലുള്ള ഇതുകളൊക്കെ ഉണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കൊട്ടാരം കാണാൻ അടിപൊളിയാണ്. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകാം. സോ ഗൈസ്, നമ്മൾ ലൂയിസ് ബാറങ്കലിൽ വന്നു. ഇപ്പം ഞങ്ങൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തേണേ? ഞാനൊരു ഹാഫ് ഫ്രാക്ക് റിബ്സ് ആണ് ഓർഡർ ചെയ്തേക്കണേ. സച്ചു ഒരു പുട്ടി. എനിക്കാണ് റിബ്സ് കേട്ടോ ഗൈസ്. ഹാഫ് ഫ്രാക്ക് പുട്ടി ആൻഡ് റിബ്സ് ആൻഡ് ഒരു പുട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വരുമ്പോൾ കാണിച്ചു തരാം. താങ്ക് യു. ഗൈസ്, ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി സ്മോക്ക്ഡ് ബാർബിക്യൂ റിബ്. സ്മോക്ക്ഡ് ബാർബിക്യൂ റിബ്. ഇവിടെ പുഡിൻ. കൊച്ചു കള്ള. കഴിച്ചേക്കാം ഗൈസ്. എത്ര പൊട്ടെ? സോസൊന്നുമില്ലല്ലോ. നല്ല പ്രൈസ്. ഇതും അടിപൊളിയാണ് ഗൈസ്. എനിക്കതൊന്നും അല്ല അടിപൊളി കഴിച്ചു. കൂട്ടിനും അടിപൊളിയാണ്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ റോയൽ ഒണ്ടാരിയോ മ്യൂസിയത്തിലേക്ക് പോകാൻ പോവാണ്. നമ്മളങ്ങനെ ഒണ്ടാരിയോ മ്യൂസിയത്തിൻ്റെ അവിടെ പാർക്ക് ചെയ്തേക്കാണ്. നമുക്ക് ഒണ്ടാരിയോ മ്യൂസിയത്തിലേക്ക് നടക്കാം. നമ്മൾ മ്യൂസിയത്തിൽ കത്തോട്ട് കയറാം. നമ്മളങ്ങനെ ഒണ്ടാരിയോ മ്യൂസിയത്തിൽ കയറിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ചൈനയിൽ ഒട്ടകം ഉണ്ടോ ഗൈസ്? നിങ്ങൾ കമന്റ് ചെയ്യൂ. ഒരു 12 സെറ്റ് ഓഫ് സോഡിയക് ഫിഗേഴ്സ് ഒരു മനുഷ്യൻ്റെ കൂടെ തന്നെ അവരെ ബറി ചെയ്തു. അവരുടെ ആഫ്റ്റർ ലൈഫിൽ മനുഷ്യൻ്റെ ഒപ്പം കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? 16th സെഞ്ച്വറി എന്നുള്ളൊരു ബുദ്ധന്റെ പ്രതിമ ബ്രോൺസിൽ ഉണ്ടാക്കിയത്. എൻ്റെ ഫിനിഷിങ് നോക്കൂ.
ഒരു കൂറ്റൻ ഡൈനോസർ ഒറിജിനൽ ഒന്നും ആയിട്ടില്ല. ഇത് മൊത്തം റോസിൽ ഇത്രയും ഭംഗിയായിട്ട് കളർഫുൾ അങ്ങനെയാണെങ്കിൽ അവരോട് ഇത് ഇങ്ങനെ ഒരു ക്രീച്ചർ ജീവിച്ചിട്ടുണ്ടെന്നാ പറയണത്. ഇങ്ങനത്തെ ഒരു സാധനമാണ് അത് കണ്ട ഇവിടെ പാട് 160 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഫിഷിന്റെ ജോയും ടീത്തുമാണ് ഈ കാണുന്നത്. ഇതിന്റെ എന്താ ഇത് കടിച്ചു കഴിഞ്ഞാൽ ഷാർക്കിനേക്കാളും ഇരട്ടി സെറ്റപ്പാത്രം. വാട്ടറി വേൾഡ് എന്ന് പറയുന്നത് പണ്ട് നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു പണ്ട്. ശരിക്കും ഇതുപോലെ അക്വേറിയം പോലെ തോന്നണു ഫോണില്. ജീവിയുടെ ഒറിജിനൽ ഫോസിലാണ് എന്റെ ഫുട് പ്രിന്റ്സ് അല്ലേ ഇത്. ഡൈനോസറിന്റെ വലിപ്പം നോക്കും. ഇതൊക്കെ ശരിക്കും വെറുതെ ഒന്നല്ല. അവരിതൊക്കെ സിനിമയിൽ കാണിക്കുന്നത് വെറുതെ ഒന്നല്ല. ഇതൊക്കെ ഒറിജിനൽ തന്നെ. ഈ സാധനങ്ങൾക്കൊക്കെ നമ്മുടെ നാട്ടിലെ വൈബില്ലേ? അമേരിക്കനാണോ? യൂറോപ്പാണ്. യൂറോപ്യൻ ഐറ്റംസ് എന്നാണ് പറയുന്നത്. മാമാടെ പെട്ടിയാണല്ലോ വൈഡൂര്യങ്ങളെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബേബി കാട്ടുപോത്ത്? കാട്ടുപോത്താണത്. അമേരിക്കൻ ബൈസൺ. ബേബി ഇത് പുറത്ത് വിസിറ്റിംഗ് ആണ്. കനു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഫ്രീ ഒരു ഫുൾ ഡേ കാണാനുള്ളതാണ്. എന്താ കനേഡിയൻ ഫോണിന്റെ ഒരു ആവിഷ്കാരമാണ്. പക്ഷിയൊക്കെ പറക്കുന്നുണ്ട്. നടക്കൂ. ഇതൊരു ബാക്ക്ഗ്രൗണ്ടാണ്. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി
അപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാണാനുണ്ട്, നമുക്ക് വെറുതാണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ കുറച്ച് നേരം ചിലവഴിച്ചു, പക്ഷെ 5:30 ആകുമ്പോഴത്തേനും ക്ലോസ് ചെയ്യും. അതാണ് നമ്മൾ ഇറങ്ങി.